ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു സെലിബ്രേഷൻ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് സ്വന്തം നമ്മുടെ ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എബിയേട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറോളം ദൂരം എബിയേട്ടൻ്റെ വീട്ടിലേക്ക് ഉണ്ട്. അപ്പം നമ്മൾ നല്ലൊരു അടിച്ചുപൊളി പാട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ 4 പേരാണുള്ളത്. പിന്നെ വീഡിയോ എടുക്കുന്നതൊന്നും ഇവരാരും അറിയുന്നില്ല. ഇവരെല്ലാവരും കളശലായ പാട്ടിലാണ്. പള്ളിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ എബിച്ചൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങ് ഉള്ളിലാണ്. ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ എത്താറായി. അടിപൊളി റോഡാണ്. ഉള്ളോട്ടുള്ള സ്ഥലമാണെങ്കിലും അടിപൊളി റോഡാണ്. നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. ഒരുപാട് സെറ്റിലായിട്ട് ഹാപ്പി കളർ പോലെ സെൻറ്റ് കളറൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ സൂപ്പർ ഡ്രൈവർ റോഷേറ്റിൻ്റെ കൂടെയാണ് പോകുന്നത്. എബിയേട്ടൻ്റെ വീട് എത്തിക്കഴിഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ സ്വന്തം എബിയേട്ടൻ്റെ വീട്. എബിയേട്ടൻ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എബിയേട്ടൻ്റെ വീട് ഒരുപാട് റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലായിട്ടാണ്. അപ്പം നമ്മളെ കാലത്ത് എബിയേട്ടൻ്റെ റിലേറ്റീവ്സൊക്കെ വീട്ടിലുണ്ട്. നല്ല ഉച്ച സമയത്താണ് നമ്മളവിടെ എത്തുന്നത്. നമ്മൾ ദാഹിച്ച് വെള്ളം നിൽക്കുമ്പോൾ എബിയേട്ടൻ്റെ സ്പെഷ്യൽ തണുത്ത ഒരു ബത്തക്ക സർബത്തൊക്കെ ഉണ്ടായിരുന്നു. വീട്ടുകാരൊക്കെ അപ്പം നമ്മളൊന്ന് പരിചയപ്പെട്ടിട്ട് എബിയേട്ടൻ്റെ വീട്ടിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി. അടിപൊളി വ്യൂ ആണ്. നല്ലൊരു നാട്ടിൻ പ്രദേശം, നല്ല തോടും മുളങ്കാടും ഒക്കെ ആയിട്ട് നല്ലൊരു ടൂർ പോയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. നല്ലൊരു അടിപൊളി തോടുണ്ടായിരുന്നു ഇവിടെ സൈഡിലായിട്ട്. ഫുള്ളും മുളേനെ കൊണ്ടുള്ള കാടായിട്ട് നല്ലൊരു എൻട്രൻസ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. നല്ല സേവ് ദ ഡേറ്റിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ അടിപൊളി വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. വെയിലൊന്നും തട്ടുന്നില്ല. നല്ല സുഖം ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വിശന്നു. ഇനി നമ്മുടെ എബിയേട്ടൻ്റെ വീട്ടിലെ സ്പെഷ്യൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എല്ലും കപ്പയും. അപ്പം നമ്മളിവിടെ വരുമ്പോഴേക്കും എബിയേട്ടൻ്റെ മമ്മി ടേബിളിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് നമ്മളെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് എല്ലും കപ്പയും ബീഫ് ഫ്രൈയും ചിക്കൻ കറിയും ബീഫ് കറിയും അപ്പവും ചോറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കാഴ്ചകളൊക്കെ കണ്ട് വിശന്ന് വന്ന് എല്ലാം അകത്താക്കി. ഞാൻ എല്ലാ ഐറ്റംസും ടേസ്റ്റ് ഇതൊക്കെ. മമ്മീൻ്റെ കൈപ്പുണ്യം അടിപൊളിയായിരുന്നു. എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കുറേ റെസ്റ്റൊക്കെ എടുത്ത് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാൻ പോകുമ്പോൾ നമ്മളൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു എബിയേട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പം എബിയേട്ടൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഈസ്റ്ററിൻ്റെ കേക്ക് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എബിയേട്ടൻ്റെ വീട്ടിൻ്റെ ഏകദേശം ഒരു 15 കിലോമീറ്റർ അപ്പോഴാണ് പാലക്കയം തട്ട് വരുന്നത്. അപ്പോൾ പാലക്കയം തട്ടിൽ പോകേണ്ടോട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എബിയേട്ടൻ്റെ വീട്ടിൽ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ്
ഒരു ഗ്രൂപ്പ് പിക്കൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. അപ്പം അയ്യോ നെക്സ്റ്റ് ഇനി നമ്മൾ വരുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പാലക്കയം ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ പാലക്കയം തട്ടിലേക്ക് പോവാണ്. ഞാൻ കുറേ ആയി, ഒരു 5-6 വർഷം മുമ്പ് പോയതാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ പാലക്കയം തട്ടിൻ്റെ അടുത്ത് എത്താറായി. അതായത് 2 സൈഡിലൂടെ നമുക്ക് എൻട്രൻസ് ഉണ്ട്. ഒന്ന് എൻ്റെ സൈഡ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു ജീപ്പിലൂടെ പോകണം എന്നുള്ളതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലെയാണ് വരുന്നത്. ജീപ്പിൽ 500 രൂപയാണ് വരുന്നത്. വെയിറ്റിംഗ് ചാർജ് അടക്കം റിട്ടേൺ അടക്കം ജീപ്പിൽ 500 രൂപയാണ് വരുന്നത്. അപ്പം നമുക്ക് ട്രക്കിങ് ജീപ്പിൽ തന്നെ വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഇവിടുന്ന് കാർ നിർത്തിയിട്ട് നമ്മൾ ജീപ്പ് സർവീസ് എടുക്കുകയാണ്. ഞാൻ ബാക്കിലിരിക്കുവേ ഇല്ല, ബാക്കിലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ബാക്ക് സീറ്റിൽ അത്യാവശ്യം നല്ല കുലുക്കമുണ്ട്. നമ്മൾ ഡ്രൈവർ അടിപൊളിയായിരുന്നു. നമുക്ക് എല്ലാ സ്ഥലവും നല്ല രീതിയിൽ കാണിച്ചു തന്നു. നമ്മൾ കുറച്ച് ദൂരം പോയപാട് രാത്രി കുറച്ച് ടീംസ് വന്നിട്ട് പോകുന്ന വഴിയിൽ അടുപ്പൊക്കെ കൂട്ടിയിട്ട് നമ്മളെ ഡ്രൈവർ അതൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഡിലേ ആയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ വലിയ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോമ്പിൻ്റെ ആ ഒരു ടൈം ആയതിനാൽ തന്നെ ഇവിടെ സഞ്ചാരികളൊക്കെ കുറച്ച് കുറവായിരുന്നു. അപ്പം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി ഒരു സ്ഥലം. വലിയ റഷ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഓഫ് സീസണാ? സീസൺ ടൈമിൻ്റെ ഇവിടെ മഞ്ഞും ക്ലൈമറ്റൊക്കെ വേണ്ടി എപ്പോഴാ? അത് മഴയോടനുബന്ധിച്ചാണ് ഡിസംബർ ആ സമയമുള്ള. ശരിക്കും പറയാൻ ഇപ്പോഴും മഞ്ഞുണ്ട്. ഇവിടെ ദൂരേക്ക് നോക്കിയാലേ ചൂട് അതിനെ നിൽക്കുന്നുണ്ട്. ഇതൊരു സൂയിസൈഡ് പോയിന്റ് ആണ്. പിന്നെ ആ മരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണില്ലാതെ വളരുന്ന മരമാണ്. പാറയുടെ മുകളിൽ വളരുന്ന മരം. കല്ലറിയാൽ എന്ന് പറയുന്ന മണ്ണ് കൂടാതെ വളരാൻ പറ്റുന്ന സസ്യങ്ങളും ഉണ്ട്. കല്ലറിയാൽ ആലിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. അങ്ങോട്ട് ഇവിടം വരെ മതി. കല്യാണം അടുത്ത കുട്ടികളെടുക്കുന്നു ഇങ്ങനെ വിലങ്ങനെ ഈശ്വര ഇവിടെ നിൽക്കാൻ പേടിയായിരുന്നു. എബിയുടെ താഴത്തുള്ളിലേക്കല്ലേ? നമ്മളെ ഫോട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ജീപ്പ് ട്രക്കിങ്ങിലെ ഫസ്റ്റ് വ്യൂ പോയിന്റ്, സൂയിസൈഡ് വ്യൂ പോയിന്റ്. ഇവിടെ നമുക്ക് ഇവിടുത്തെ ഡ്രൈവർ നമുക്ക് പറഞ്ഞത് കല്ലരയാൽ പറഞ്ഞിട്ട്, അതായത് മണ്ണില്ലാണ്ട് പാറയിൽ മാത്രം വളരുന്ന അരയാലിൻ്റെ അടുത്ത് പോയിട്ടാണ് നമ്മളിപ്പോൾ എല്ലാവരും നിന്ന്. ഞാൻ ഇവിടെ വരുന്ന പ്രതീക്ഷിച്ചിട്ടേ അല്ല വന്നത്. ഹൈ ഹീൽ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ടാസ്ക് ആയിരുന്നു പാലക്കയം തട്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മഞ്ഞുമല വ്യൂ പോയിന്റ് ആണ്. അപ്പം നമ്മൾ വീണ്ടും ജീപ്പിൽ എല്ലാവരും കയറി. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിന്റ്, അതായത് മഞ്ഞുമല വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അതർ സൈഡിൽ കാണുന്നത് പൈതൽമലയാണ് അത്ര. അപ്പം നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പൈതൽമലയിൽ പോയതൊക്കെ ഇട്ടിട്ടുണ്ട്. പൈതൽമല അതുപോലെ തന്നെ കാപ്പിമലേൻ്റെ ഒരു സൈഡൊക്കെ ഈ ഒരു വ്യൂന്ന് കാണാം. പിന്നെ നല്ല കാം, അതുപോലെ തന്നെ എന്നിട്ട് കയറുന്നു.
അറ്റ് ലാസ്റ്റ് നമ്മൾ ഒറിജിനൽ വ്യൂ പോയിന്റ് പാലക്കയം തട്ടിൻ്റെ എൻട്രൻസ് എത്തി. അപ്പോൾ ഇവിടെ എൻട്രൻസിൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടറുണ്ട്, അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മെയിനായിട്ട് ഡ്രോൺ അലൗഡ് അല്ല, 35 റുപ്പീസാണ് അഡൾട്ടിൻ്റെ എമൗണ്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓഫ് റോഡിൻ്റെ സർവീസ് 500, അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മളിനി പാലക്കയം തട്ട് കിടക്കാണ്. നല്ല ഫുള്ളും പച്ചപ്പാണ്, ഡ്രൈ സീസൺ ആയിട്ട് കൂടി. ഒന്നും കൂടി എന്തുകൊണ്ടായി എന്താ മതി. അതാ എടാ നമ്മൾ വന്നില്ലടാ റോഷ് നേരത്തെ എന്ത് ഫോട്ടോ കളിച്ച എങ്ങോട്ട് ഒന്നും പറയാ. അപ്പം നമ്മൾ വ്യൂസൊക്കെ കണ്ടു. പാലക്കയം തട്ട് വിടുകയാണ്. അപ്പം നമ്മളെന്തായാലും തീർച്ചയായിട്ടും പാലക്കയം തട്ട് മിസ് ചെയ്യും. വീണ്ടും ഞാൻ വരും. നമ്മൾ തിരിച്ചു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ദാഹിച്ചു. അപ്പോൾ പിന്നെ തുറേൻ്റെ ഒരു സ്ഥലമായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് മുഹബത്ത് സർബത്തും കൂടി കുടിച്ച് അപ്പോൾ ഒരു ആശ്വാസമായി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഗൂഗിൾ പേ ചെയ്താട്ടോ മുടിയൊന്നും വേണ്ടേനല്ലേ മുടി നാട്ടാ മുടിയാ